ഇത് മണ്ടയിലെ പാമ്പ് എപ്പോഴും വരും. ഇവിടെയാണ് ആ പാമ്പ് ഇരുന്നത്. എന്റെ പൊന്നുമോളെ, എങ്ങനെ നിങ്ങൾ ഈ വീട്ടിൽ കിടന്നുറങ്ങുന്നു? അത്ര കഷ്ടപ്പാടാണ്. ആരെ വന്ന പേടി നമുക്ക്. എപ്പോഴും ഒടിഞ്ഞ് വീഴുവന്ന്. നമ്മൾ ഇന്ന് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മളൊന്ന് ഉറങ്ങും. ഇതാണ് നമ്മൾ കിടക്കുന്ന കട്ടി. ഇത് മൊത്തം പൊടിഞ്ഞിരിക്കുവാണെങ്കിൽ ഈ സാധനം ഇളവിരിക്കുവാണ്. എന്തായാലും അനന്തു അന്ന് ആ വീഡിയോ ചെയ്തതുകൊണ്ട് നമ്മളത് കണ്ട് ഇവിടെ എത്തി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർക്ക് നമുക്കൊരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയെന്നുള്ളത് അത് ഏറ്റവും വലിയ കാര്യം. നമുക്ക് വീട്ടിൽ കയറാം. 2 ബെഡ്റൂം ഉണ്ട്. 2 ബെഡ്റൂം, കാരണം 2 പെൺകുട്ടികളല്ലേ. ഒരെണ്ണം ബാത്ത് അറ്റാച്ച്ഡ് തന്നെ. പിന്നെ അടുക്കള വലിയ ആഡംബരമൊന്നുമല്ല. അണ്ണാ എന്ത് പറയുന്നു? സന്തോഷമായില്ലേ? ഭയങ്കരമായിട്ട് നമുക്കാണ് ഏറ്റവും വലിയ സന്തോഷം ഇവരെ കാട്ടിയില്ലേ. പിന്നല്ലാണ്ട് എൻ്റെ മോള് ഈ പ്രായമുള്ളൂ. ഞാൻ ഇവിടെ വന്ന് കണ്ട, അതായത് നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരണതും. പക്ഷെ നമ്മൾ 8 മാസം എടുത്ത് കറക്റ്റ് നല്ലൊരു വീടായി. സന്തോഷമായ മോളെ? നമ്മളെ സഹായിക്കാൻ ദൈവം ആരെങ്കിലും ഒക്കെ അയക്കും ഇല്ലേ? ഇപ്പൊ എന്താ പറയുക, ഹാപ്പിയാണോ? ഇതാണോ മോനിത് അല്ലേ? മോളിപ്പോ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഷാലിച്ചേട്ടനോട് എന്താ പറയാനുള്ളേ? നീ എന്റെ മോളെ പ്രായമുള്ളൂ. എന്റെ മോക്ക് നമ്മളെന്ത് ചെയ്യാതെ അതില് പിന്നെ വേറെ ഒന്നുമില്ല. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വെളിയം ആയൂര് അമ്പലംകുന്ന് മന്ത്രിക്കുന്നുംപുറം സ്ഥലമാണ് അല്ലേ. ഇവിടെ ഞങ്ങളൊരു 8 മാസം മുമ്പ് ഇവിടെ വരുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു. ചോർന്നൊലിച്ച് ഏത് നിമിഷവും തകർന്നു വീഴാറായ ഒരു കുഞ്ഞു വീട്ടിലായിരുന്നു ഈ മോള് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് അവിടെ വാക്കുകളൊക്കെ പ്രേക്ഷകർ കണ്ടയാണ്. നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. എന്തോരം നമ്മൾ വാർത്ത ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഷാലിച്ചേട്ടൻ ഇവിടെ വന്നു. ഷാലിച്ചേട്ടനെ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് നന്മകൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നന്മയുള്ള മനുഷ്യനാണ്. എന്തോരം ചേട്ടൻ വന്നു, ഇപ്പം വീടായി. നമുക്കൊക്കെ എന്തിനും ഒരു പൂർത്തീകരണം ഉണ്ടാകുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുന്നത്. എല്ലാം അതിൻ്റെതായ സമയമാകുമ്പോഴേ ആരിലൂടെയെങ്കിലും ഒക്കെ ദൈവം ആരിലൂടെയൊക്കെ പ്രാർത്ഥന കേൾപ്പിക്കും. എന്തായാലും വീടായല്ലോ, നനയാതെ കിടന്നുറങ്ങാമല്ലോ മോളെ. ആ തറ, ഇവരുടെയൊക്കെ തറയെന്ന് കണ്ട പാമ്പ് ഇവിടെ ഇഴഞ്ഞു വരുന്ന ഒരു തറയാണ്. സത്യം പറഞ്ഞാൽ കണ്ടിട്ട് എനിക്കന്ന് പേടിയായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ കിടന്നുറങ്ങിയെന്നുള്ളതാണ്. അല്ല, അവസാനമൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും അവർക്ക് പൂശി സിമന്റ് ഇട്ടിട്ടായാലും കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് ഈ ഇവരെയൊക്കെ അവസ്ഥ വേറാണ്. കാരണം ഈ പറഞ്ഞ ടൈൽ ഇപ്പം ഇട്ടില്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല. ടൈലും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപ അടുപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന്. സന്തോഷമായി. എന്ത് പറയണോ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ഒരു കയറി കിടക്കാട കിട്ടിയതിന് ഏറ്റവും എൻ്റെ കണ്ണ് പറഞ്ഞു വരുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു കൂര കിട്ടി, എൻ്റെ വയ്യാത്ത കുഞ്ഞുങ്ങൾക്ക്. എൻ്റെ ഷാനു സാറും അനന്തു സാറും കൂടെ വിചാരിച്ചതുകൊണ്ട് ഇത്രയും ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഏറ്റവും സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അവസ്ഥ കണ്ട് ദൈവത്തെ പോലെ ആരെങ്കിലും വരുമെന്ന്. വന്നില്ലേ? അതെ. ഷാലിച്ചേട്ടൻ വന്നതെല്ലാം കാര്യമായില്ലേ? ഷാലിച്ചേട്ടൻ വന്നത് അത് നല്ല ഒരു ഇത് നമുക്ക് ആക്കി തന്നു. പാമ്പാണോ വെള്ളമാണോ ചെളിയാണോ ഒന്നും അറിയാൻ മേത്ത കണ്ടീഷനിൽ കിടന്നത്. ഇത്രയെങ്കിലും ആക്കി തന്നെ നമുക്ക് ഏറ്റവും സന്തോഷം. നല്ല നമുക്ക് വീട്ടിൽ കയറാം. 2 ബെഡ്റൂം ഉണ്ട്. 2 ബെഡ്റൂം, കാരണം 2 പെൺകുട്ടികളല്ലേ. അതുകൊണ്ട് 2 ബെഡ്റൂം സെറ്റ് ചെയ്ത് കൊടുത്ത് ഒരെണ്ണം ബാത്ത് അറ്റാച്ച്ഡ് തന്നെ. പിന്നെ അടുക്കള വലിയ ആഡംബരമൊന്നുമല്ല. ഫാമിലിക്ക് ജീവിക്കാൻ കണക്കിനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. പണിയൊക്കെ ചെയ്ത് വാർക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഉമ്മേനെ ഡെയിലി വിളിച്ച് കരയും. അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മുടെ MR ബൈജു സാറ് 25,000 രൂപ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. ഇത് എന്നെ കൊണ്ട് ഒക്കുന്ന ഞാൻ സഹായിച്ചു തരാം എന്നും പറഞ്ഞ് ഇത് ഉള്ളെന്നെ കൊണ്ട് ഒരു പരിചയമില്ല. ഒരു പരിചയമില്ല. അല്ല, പുള്ളി കാട്ടാക്കട നിയോജകമണ്ഡലത്തിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ഇത് 3 മാസം മുമ്പാണ്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ അവരുടെ ഒരുപാട് നന്ദി.